എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ലൂഫിയും ടീമും അവരാണെങ്കിൽ ഉഷാറായിട്ട് ആ സ്റ്റെപ്പ് വഴി ഓടി വരാണ്. അപ്പൊ സ്റ്റെപ്പിന്റെ താഴെയായിട്ട് ഒരു സോൾജിയർ ടീം അവരാണെങ്കിൽ ഇപ്പൊ കുറെ ഗണ്ണൊക്കെ വെച്ച് നമ്മുടെ ആൾക്കാരെ പോയിന്റ് ചെയ്ത് നിൽക്കാണ്. ലൂഫി അവരുടെ ക്ലോസ് എത്തുമ്പോഴത്തേക്കും അവര് ഷൂട്ട് ചെയ്യാൻ റെഡിയാവും. പക്ഷെ നമ്മുടെ ചക്കൻ അവൻ പീരങ്കികൾക്ക് മുൻപിൽ പോലും പേടിച്ചോടിയിട്ടില്ല. അവൻ അങ്ങനെ വന്ന് ആ ഗണ്ണും അത് പിടിച്ചോണ്ടുന്ന ആൾക്കാരെയും എല്ലാവരെയും ചവിട്ടി തെറിപ്പിക്കും. എന്നിട്ട് സിമ്പിളായി മുൻപോട്ടേക്ക് ഓടും. അതിന് തൊട്ടു പിന്നാലെ വന്ന നമ്മുടെ ഇവാൻ അവനും ലൂഫിയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ആ മെയിൻ സോൾജിയർ അവനൊരു സ്വിച്ചിൽ പിടിച്ച് ആഞ്ഞു വലിക്കും. അവനത് വലിക്കേണ്ട താമസം ഒരുപാട് അമ്പുകള് അങ്ങനെ അറഞ്ചം പൊറഞ്ചം വരികയാണ്. ലൂഫി അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അപ്പുറവശത്തെത്തും. പക്ഷെ ഇവാൻ അവനാണെങ്കിൽ സിമ്പിളായിട്ട് ഒരു പവർ ഉപയോഗിച്ച് ആ അമ്പുകൾ തവിട് പൊടിയാക്കും. അതിനുശേഷം ആ സ്വിച്ച് പിടിച്ച് വലിച്ച ആ മെയിൻ സോൾജിയറിനെ ഇവാൻ അവനെ തൂക്കിയെടുത്ത് ഇപ്പൊ ഷോൾഡറിലേക്ക് ഇട്ട് മുൻപോട്ടേക്ക് ഓടും. ലൂഫി ആണെങ്കിൽ അവന്റെ കൺമുമ്പിൽ വന്ന സോൾജിയേഴ്സിനെ എല്ലാവരെയും അങ്ങനെ കണ്ണും പൂട്ടി അറഞ്ചം പൊറഞ്ചം ഇട്ടിച്ച് തെറിപ്പിക്കും. അതേസമയം സെക്യൂരിറ്റി റൂമില് ഹാന്യാബാലും ടീമും അവരാണെങ്കിൽ ഈ കാഴ്ച മുഴുവൻ കാണുകയാണ്. അവർ ക്രിയേറ്റ് ചെയ്ത ട്രാപ്പുകളൊക്കെ തന്നെ നമ്മുടെ ആൾക്കാർ തകർത്തു. മാത്രമല്ല ഒരുപാട് സോൾജിയേഴ്സിന് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അവരുടെ എക്യുപ്മെന്റ്സ് അത് തകർന്നു. കുറെ പേർക്ക് പരുക്കും പറ്റി. ഇതിനെല്ലാം കാരണക്കാര് പ്രധാനമായിട്ടും ഒന്ന് സ്ട്രോ ഹാറ്റ് ലൂഫി, മറ്റൊന്ന് ഇവാൻ, മൂന്നാമതായിട്ട് ആ ഫ്രീക്ക് ലേഡി. ഇവര് മൂന്ന് പേരും ഈ ജയിലിൽ നിന്ന് കാണാതെ പോയവരാണ്. കട്ട് ചെയ്ത ഇവിടെ ലൂഫിയും ടീമും അവരൊരു വിധത്തിൽ കഷ്ടപ്പെട്ട് അവരുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള 6th ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. ലൂഫി ആണെങ്കിൽ നേരെ വിളിക്കാൻ തുടങ്ങും. മൈ ബ്രദർ എയ്സ്, നീ എവിടെയാണുള്ളത്? ജസ്റ്റ് ഒരു സൗണ്ട് ഉണ്ടാക്കൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടേക്ക് വരാൻ പറ്റും. നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനും രക്ഷിക്കാനും കൊണ്ടുപോകാനുമാണ് ഞാനും എന്റെ ടീമും ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത്. പക്ഷെ അവിടെയാണെങ്കിൽ എയ്സിന്റെ യാതൊരു റെസ്പോൺസും അവർക്ക് കിട്ടില്ല. ഉടനെ ഇവാൻ അവനാണെങ്കിൽ അവന്റെ ഷോൾഡറിലുള്ള ആ സോൾജിയറിനെ തൂക്കി കയ്യിലെടുക്കും. സത്യം പറയടാ എയ്സ്, അവൻ എവിടെയുണ്ട്? അവനാണെങ്കിൽ പേടിച്ച് വരച്ചിരിക്കുകയാണ്. പക്ഷെ അവൻ അപ്പോഴും തീർത്തു പറയും, ഒരു കാരണവശാലും ഞാനത് പറയില്ല എന്ന്. ഇവാൻ നൈസായിട്ട് ഇപ്പൊ അവനെ നോക്കി ചിരിക്കും. അതിനുശേഷം ആ ലേഡി ഹോർമോൺ ടെക്നിക്ക് അത് അവന്റെ നേർക്ക് പരീക്ഷിക്കുകയാണ്. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവനും ഇപ്പൊ ഒരു ചുന്ദരി ലേഡിയായി മാറും. ഇവാൻ ഒരു കണ്ണാടി എടുത്ത് അവന്റെ പുതിയ രൂപം ആ സോൾജിയറിന് കാണിച്ചു കൊടുക്കും. ഇതാണ് ഇപ്പൊ നിന്റെ പുതിയ അവസ്ഥ. സോ നീ സത്യം പറഞ്ഞിട്ടില്ല എങ്കിൽ ഇതിലും മോശം അവസ്ഥയിലേക്ക് നിന്നെ ഞാൻ കൊണ്ടു. അവനവന്റെ ലുക്ക് കണ്ട് പേടിക്കുന്നു കരുതിയ നമ്മുടെ ഇവാനും ലൂഫിയും അവർ രണ്ടുപേരും ഇപ്പൊ ഷോക്കാവും. കാരണം അവനവന്റെ ഈ പുതിയ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. വാവ്, ഞാനിപ്പോ ഒരു ചുന്ദരിയായിരിക്കുന്നു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ സാധിച്ചു തരും. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ഞാൻ തരാന്ന് പറഞ്ഞ് അവനിപ്പോ കറക്റ്റായിട്ട് എയ്സ് എവിടെയാണുള്ളതെന്ന് ചൂണ്ടിക്കാണിക്കും. ലൂഫി ആനന്ദ തുന്തുരിതനായി ഇപ്പൊ ആ ഭാഗത്തേക്ക് ഓടിയെത്തും. അവിടെ എത്തുമ്പോ ആണെങ്കിൽ സെല്ലില് എയ്സിനെ കാണാനുണ്ടാവില്ല. ഉടനെ ആ സോൾജിയർ ലേഡി അവളിപ്പോ പേടിച്ചു പറയും, സത്യമായിട്ടും അവൻ ഇവിടെ തന്നെയായിരുന്നു. അപ്പൊ തൊട്ടടുത്തുള്ള ആ ജയന്റ് അവന് ലൂഫിയുടെ തലയിലെ ക്യാപ്പ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവൻ എയ്സിന്റെ അനുജനാണെന്ന്. അവൻ ലൂഫി അടുത്തേക്ക് വിളിക്കും. നിങ്ങൾ വരാൻ അല്പം വൈകിപ്പോയി. എയ്സിനെ ഇവിടുന്ന് ഓൾറെഡി കൊണ്ടുപോയി. അവരിപ്പോ ആ എലിവേറ്ററിൽ ഉണ്ടാവും. നീ ഇപ്പൊ പോവാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ തടഞ്ഞ് എയ്സിനെ രക്ഷപ്പെടുത്താം. അതേസമയം ആ എലിവേറ്റർ കാണിക്കും. അതിലാണെങ്കിൽ എയ്സ് ഇപ്പോഴും ലൂഫിയെ കുറിച്ച് ഓർക്കാണ്. ലൂഫി ഇവിടേക്ക് വരാൻ പാടില്ല എന്ന് തന്നെയാണ് അവന്റെ മനസ്സിലെ ആഗ്രഹം. കാരണം ലൂഫി ഇവിടേക്ക് വന്ന അവനെ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കട്ട് ചെയ്ത ലൂഫി അവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ആ ജയന്റ് ജിംബൈക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞ് എയ്സിനെ രക്ഷപ്പെടുത്താൻ എലിവേറ്റർ ലക്ഷ്യാക്കി പോവും. ജിംബൈക്കാണെങ്കിൽ ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റില്ല. ഇത്രയും വലിയൊരു ജയിലില് ഇവൻ എങ്ങനെ സർവൈവ് ചെയ്തു? തീർച്ചയായിട്ടും ഇവൻ നിസ്സാരക്കാരനല്ലാന്ന് പറഞ്ഞ് അവൻ ലൂഫിയെ നോക്കും. ഉടനെ ലൂഫി ഓടി വന്ന് ആ എലിവേറ്ററിൽ തന്നെ നമുക്കും മുകളിലേക്ക് പോവാന്ന് പറഞ്ഞ് അതിന്റെ സ്വിച്ച് പിടിച്ചമർത്തും. പക്ഷെ അതിപ്പോ ഭയങ്കര ടൈറ്റാണ്. അപ്പൊ ആ എലിവേറ്ററിന്റെ അതിന്റെ ചെയിൻ മുകളിലേക്ക് പോകുന്നത് അവര് കാണും. ചെയിനിൽ പിടിച്ച് മുകളിലേക്ക് പോവാന്ന് പറഞ്ഞ് അവർ ആ ചെയിന്റെ അടുത്തേക്ക് വരും. പക്ഷെ ഹാന്യാബാല് അവനിതെല്ലാം തന്നെ വാച്ച് ചെയ്യാണ്. അവൻ അടുത്ത നിമിഷം ആ ചെയിൻ അങ്ങനെ കട്ട് ചെയ്ത് വിടും. നമ്മുടെ ആൾക്കാർക്ക് വേറെ വഴിയില്ലാതെ അവരിപ്പോ സ്റ്റെപ്പ് വഴി തന്നെ മുകളിലേക്ക് ഓടാൻ ശ്രമിക്കും. ഹാന്യാബാൽ അപ്പോഴും മറ്റൊരു ട്രിക്ക് പ്രയോഗിക്കും. അവൻ വലിയൊരു സെല്ല് ക്രിയേറ്റ് ചെയ്ത് അത് താഴേക്കിട്ട് നമ്മുടെ ആൾക്കാർ ലോക്ക് ചെയ്യും. അതിനുശേഷം സ്ലീപ്പിംഗ് ഗ്യാസ് അത് സ്പ്രെഡ് ചെയ്യാണ്. ലൂഫി ആണെങ്കിൽ ആ ഫോഗ് ശ്വസിച്ച് അങ്ങനെ താഴേക്ക് വീഴും. അത് കണ്ട് നമ്മുടെ ഹാന്യാബാലിന് ഭയങ്കര സന്തോഷം. അവൻ വെടിയും പടക്കവും ഒക്കെ പൊട്ടിച്ച് അങ്ങനെ തുള്ളിച്ചാടുകയാണ്. ഇവിടെ വാർഡനാണെങ്കിൽ ലൂഫിയെ ട്രാപ്പ് ചെയ്ത കാര്യം അറിഞ്ഞ് സന്തോഷിക്കും. എയ്സ് ആണെങ്കിൽ ആ ന്യൂസ് കേട്ട് ഷോക്കാവും. എയ്സ് ആണെങ്കിൽ ഇപ്പൊ എലിവേറ്ററിലേക്ക് തന്നെ നോക്കി നിൽക്കും. ലൂഫി വരുന്നുണ്ടോ
വരുന്നുണ്ടോ എന്ന്. ഉടനെ ആ സോൾജിയേഴ്സ് അവരാണെങ്കിൽ എയ്സിനെ പിടിച്ചു വലിക്കും. കൺട്രോൾ പോയ എയ്സ് അവന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ച് അവരെ അറഞ്ചം പുറഞ്ചം അടിച്ച് താഴെയിടും. എയ്സിനാണെങ്കിൽ അവന്റെ ഡെവൽ ഫ്രൂട്ടിന്റെ പവർ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവനെ കൊണ്ട് അവന്റെ നോർമൽ ഹ്യൂമൻ പവർ അത് ഉപയോഗിക്കാൻ പറ്റും. ഉടനെ ആ വാർഡൻ ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്ന് അവൻ അങ്ങനെ തൂക്കി അങ്ങോട്ട് എടുക്കും. വാർഡൻ അങ്ങനെ എയ്സിനെ ഇപ്പൊ നിലത്തിട്ട് ഞെരിക്കാനായിട്ട് തുടങ്ങും. ഒരു കാരണവശാലും ലൂഫി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പോകുന്നില്ല. നിന്നെ കഴിഞ്ഞും ടെററാണ് അവനിപ്പോ. സോ അവനും അധികം വൈകാതെ നിന്റെ അതേ വിധിയായിരിക്കും എന്ന് പറഞ്ഞ് അവൻ എന്തൊക്കെ ലൂഫിയെ ചെയ്തു എന്നുള്ള കാര്യങ്ങള് ഒന്നൊന്നായിട്ട് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബഗ്ഗയെയും നമ്പർ 3യെയും കാണിക്കും. അവർ രണ്ടുപേരും ഇപ്പൊ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ലെവൽ 3-ലെത്തിയിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഭയങ്കര ചൂട്, മാത്രമല്ല അത് വലിയൊരു ഡെസേർട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ചൂട് താങ്ങാൻ കഴിയാതെ തളർന്ന് താഴേക്ക് വീഴും. ബഗ്ഗി പറയും, നമ്മൾ വന്നപ്പോ വളരെ എളുപ്പമായിരുന്നു, ഇപ്പൊ തിരികെ പോവാനാണ് ഒരുപാട് പ്രയാസം. ഉടനെ എന്തോ ഒരു നിഴൽ വന്ന് ഇപ്പൊ അവരെ മറക്കുകയാണ്. അവര് മുകളിലേക്ക് നോക്കും. അത് മറ്റൊന്നുമല്ല, നമ്മൾ മുൻപ് കണ്ട ആ ഒരു സിംഹം. അതിനെ കാണേണ്ട താമസം ബഗ്ഗി ആണെങ്കിൽ നമ്പർ 3യും വലിച്ച് അവിടുന്ന് ട്രൗസറും പൊക്കി ഓടും. അതാണെങ്കിൽ ഫുഡിന്റെ പേരൊക്കെ വിളിച്ചു പറഞ്ഞ് 100-110 ഓടും. കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവനാണെങ്കിൽ ആ സ്ലീപ്പിംഗ് ഗ്യാസ് ഒക്കെ ശ്വസിച്ച് കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അതേസമയം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ലേഡി അവരാണെങ്കിൽ ഇപ്പൊ അവരുടെ പവർ എന്താണെന്ന് കാണിക്കാൻ തുടങ്ങും. ഉടനെ അവളുടെ 2 കൈകളും അതങ്ങനെ സിസേഴ്സ് ആക്കി മാറ്റും. അതിനുശേഷം ഫ്ലോറിൽ വലിയൊരു ദ്വാരം ഉണ്ടാക്കി മറ്റൊരു സ്പേസിലേക്ക് ആ ഫോഗ് അത് മുഴുവൻ ഡൈവേർട്ട് ചെയ്ത് വിടും. അല്പസമയം കഴിയുമ്പോൾ ലൂഫിക്ക് ബോധം തിരികെ കിട്ടും. ഇവിടെ ഇവളാണെങ്കിൽ കയ്യിലെ ആ ഡ്രിങ്ക് ഒക്കെ കുടിച്ച് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. ഇവാനാണെങ്കിൽ ടെൻഷനാവും. ലൂഫി വേഗം എഴുന്നേക്ക്, നമ്മുടെ മുൻപിൽ ഇനി ഒട്ടും സമയമില്ല, നമുക്കിപ്പോ പോവാൻ എലിവേറ്റർ ഇല്ല. ചെയിനാണെങ്കിൽ അവര് കട്ട് ചെയ്ത് കളഞ്ഞു. ഈ സ്റ്റെപ്പിലേക്ക് കയറാൻ ഇത്രയും വലിയ കൂട് അത് നമുക്ക് ഒരു പ്രതിസന്ധിയോ ആണ്. ആ സോൾജിയേഴ്സ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് വെറും സിമ്പിൾ പ്ലാനുകളാണ്. സോ നമ്മളിനി എന്തെങ്കിലും ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും അവർ മറ്റെന്തെങ്കിലും ഒരു പ്ലാൻ നമുക്കെതിരെ ഉപയോഗിക്കും. ഇവാൻ ലൂഫിയുടെ അടുത്തേക്ക് വന്ന് തല താഴ്ത്തി നിൽക്കും. ഐ എം സോറി ലൂഫി, ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഇനി എന്നെ കൊണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരുപക്ഷെ ഇത് ഗിവ് അപ്പ് ചെയ്യേണ്ടി വരുന്നു പറഞ്ഞ് മുകളിലേക്ക് നോക്കുമ്പോഴായിരിക്കും ആ സ്നെയിൽ ക്യാമറ അവൻ കാണുക. അടുത്ത നിമിഷം അവനത് വലിച്ചു പറിച്ചെടുക്കും. ലൂഫി അവന്റെ കൈ തുറന്ന് ആ വിബ്രു കാർഡ് നോക്കും. അത് കാണുമ്പോൾ തന്നെ അവന് മനസ്സിലാവും ലൂഫി കേസിനെ ഓൾമോസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ആ വാർഡൻ ആളാണെങ്കിൽ ഇപ്പൊ എയ്സിനെ വൈസ് അഡ്മിറലിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. വാർഡൻ വൈസ് അഡ്മിറലിനോട് പറയും, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അത് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്, ഇനി ഇവന്റെ മുഴുവൻ ഉത്തരവാദിത്വവും നിങ്ങളുടേതാണ്. എയ്സ് ഇപ്പൊ പതിയെ ആ കപ്പലിന്റെ അടുത്തേക്ക് നടന്നെടുക്കും. എന്നിട്ട് പതിയെ ടേൺ ചെയ്ത് ആ ജയിലിലേക്ക് നോക്കി നിൽക്കുകയാണ്. അതേസമയം ഇവിടെ ഇവാൻ അവനാണെങ്കിൽ തീർത്തു പറയും, നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. എയ്സ് ഇപ്പൊ വാർഡന്റെ കയ്യിൽ നിന്ന് വൈസ് അഡ്മിറലിന്റെ കയ്യിലേക്ക് പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരേ ഒരാള് വൈറ്റ് പിയേർഡാണ്. നീ പ്രതീക്ഷ കൈവിടണ്ട, അദ്ദേഹം തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും എയ്സിനെ തിരികെ പിടിക്കും. ഉടനെ ലൂഫി ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും എയ്സിനെ ആർക്കും വിട്ടുകൊടുക്കില്ല, അവനെ എനിക്ക് തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ലൂഫി അങ്ങനെ ഫുൾ കലിപ്പില് ദേഷ്യപ്പെട്ട് നിൽക്കും. ഇപ്പൊ ഞാൻ ഗിവപ്പ് ചെയ്താല് ഇതോർത്ത് തീർച്ചയായിട്ടും ഞാൻ ഫ്യൂച്ചറിൽ റിഗ്രറ്റ് ചെയ്യും. ഉടനെ ഇവാൻ അവൻ ലൂഫിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കും. അവൻ ഓർമ്മ വരിക അവന്റെ പപ്പയായിരിക്കും. അപ്പോഴാണെങ്കിൽ ഏതോ ഒരു സെല്ലിൽ നിന്ന് ആരോ ചിരിക്കുന്ന സൗണ്ട് അവർ കേൾക്കും. അവർ ആ ഭാഗത്തേക്ക് നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ക്രൊക്കഡൈല്. അവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും, എന്നെ നിങ്ങൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാൻ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കാം. ലൂഫി ആണെങ്കിൽ അവനെ കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. അവൻ അങ്ങനെ ഇളിച്ച് ലൂഫിയെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.